ഹലോ ഗൈസ്, അങ്ങനെ ഒരു വൈകുന്നേരത്ത് ഞാൻ എക്സിബിഷന് പോവാണ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, പൂരമൊക്കെ കഴിഞ്ഞ ആൾക്കാരൊക്കെ കുറവായില്ലേ, ഞാൻ പോകാറുള്ളൂ കേട്ടോ. വേറൊന്നുമല്ല, വെറുതെ ഒരു രസം, തിരക്കൊക്കെ കുറയില്ലോ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ആദ്യം തന്നെ കണ്ടത് ഇതാ, നമ്മുടെ രാജസ്ഥാനി ബെഡ്ഷീറ്റുകൾ. സംഭവം എല്ലാം കൊള്ളാം, പക്ഷെ നല്ല വിലയാണ്. ഞാൻ മേടിച്ചൊന്നുമില്ല, ഞാൻ പിന്നെ മേടിക്കാനല്ലല്ലോ വരുന്നത്, ഇതൊക്കെ കാണാൻ. അവിടെ നിന്ന് കടന്നു കഴിഞ്ഞപ്പോണ്ട് കുട്ടികളുടെ സ്ഥലം എത്തി. ഈശ്വര, എങ്ങനെയും അവിടെ നിന്ന് മുങ്ങിയാൽ മതി എന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഞാനൊന്ന് പിടിച്ച് ഞെക്കി നോക്കി, എനിക്ക് ഇഷ്ടം ഇത് ഇങ്ങനെ ഞെക്കി പിടിച്ചിട്ട്. അപ്പോഴാണ് ഞാൻ ഈ ക്യൂട്ട് ബാഗുകൾ കാണുന്നത്. എന്ത് രസമല്ലേ കാണാൻ. പക്ഷെ ഞാൻ മേടിച്ചൊന്നുമില്ല, എനിക്കിങ്ങനെ കാണാൻ ഇഷ്ടം. അങ്ങനെ പോയപ്പോൾ ദാണ്ടട കിടക്കുന്നു നമ്മുടെ നൊസ്റ്റു അടിക്കുന്ന മിഠായികൾ. വാവ്, പലതരത്തിലുള്ള വർണ്ണ മിഠായികൾ. എന്ത് രസമല്ലേ ഇതൊക്കെ കാണാൻ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ടൂൾസിൻ്റെ സെക്ഷനെത്തി. അപ്പം ഞങ്ങൾ കുറേ നോക്കി, ഒന്നും വാങ്ങാനൊന്നുമല്ല, വെറുതെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാൻ. ഇതാ എടുത്ത് പോക്കണ സാധനം ഉണ്ടല്ലോ, നല്ല വെയിറ്റ് ആകും. അപ്പോൾ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇതൊരു കുഞ്ഞ് കണ്ണ ഊഞ്ഞാലാടുന്ന കണ്ട, കുഞ്ഞിക്കണ്ണ ഊഞ്ഞാൽ. എന്ത് രസമല്ലേ കാണാൻ. അത് കഴിഞ്ഞ് പോന്നപ്പോൾ ദാണ്ടിരിക്കുന്നു 2 കുഞ്ഞിക്കിളികൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവരുടെ ശബ്ദം ഇതൊക്കെ കേട്ടപ്പോൾ. അങ്ങനെ ഞാൻ ഈ സാധനം ഞാൻ മേടിച്ചു കേട്ടോ. അമ്പുന് ഭയങ്കര ഇഷ്ടം. അവിടെ ഇക്കിളിയായിട്ട് കണ്ടോ, അവൻ്റെ എക്സ്പ്രഷൻ നോക്കി, ഇക്കിളിയായിട്ട്. അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ പോരുന്ന വഴി ഈ കുറേ മീനുകൾ. ഇത് രസമായിരുന്നല്ലോ. കുറച്ച് നേരം ഞാൻ ആ മീനുകളെയൊക്കെ നോക്കി അമ്പൂട്ടിനൊക്കെ കാണിച്ചു കൊടുത്തുട്ടോ മീനൊക്കെ. അവിടെ നിന്ന് നേരെ കണ്ടിടാ അവരുടെ സ്ഥലമെത്തി. അയ്യോ, പിന്നീണ്ട അവർ വരണോ. എന്നിട്ട് എനിക്ക് അമ്മ റൈഡിൽ കയറണം, ഈ റൈഡിൽ കയറണം പറഞ്ഞിട്ട് ഭയങ്കര വാശി. അവസാനം അവനെ ട്രെയിനിൽ കയറ്റി വിട്ടു. അപ്പം ഞാൻ ട്രെയിൻ ഓടിക്കാൻ വേണ്ടി ഫസ്റ്റിലാണ് കയറിയിരുന്നു. ആൾക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ആൾ ആദ്യമായിട്ടാണ് കേട്ടോ ഒറ്റയ്ക്ക് കയറുന്നത്. അപ്പോൾ അതിൻ്റേതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ആൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ പുറത്ത് നിന്നു, അത് തന്നെ സപ്പോർട്ടായിട്ട് നിന്നാൽ അവൻ അങ്ങനെ കുഴപ്പമില്ലാണ്ട് കയറി. പിന്നെ പേടിയൊക്കെ മാറി, ആളെ എൻജോയ് ചെയ്തു കേട്ടോ. ഫ്രണ്ടിൽ കയറിയിരിക്കുന്നത് അവന് ഇഷ്ടമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ ഒരു പട്ടി ഷോ നടത്തുകയാണ്. ഇങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സ് കാണാം. അവൻ്റെ ടീഷർട്ട്, എൻ്റെ ബനിയൻ ഇങ്ങനെയുണ്ട്. ഒരു രഹസ്യം പറയാം, ഈ ബനിയൻ ആര്യൻ്റെയാണ്, എൻ്റെ മോൻ്റെയാണ് ഇട്ട് പറ്റിച്ച് അവനെ. അത് കഴിഞ്ഞ് ഞാൻ കയറിയ സാധനമാണ് ഇത്. എൻ്റെ പൊന്നോ, എൻ്റെ തലയെ കീറിങ്ങി ആര്യനൊക്കെ കണ്ണടച്ച് കിടക്കുകയായിരുന്നു. കീറിങ്ങി അടിച്ചു ഞങ്ങൾ. സത്യം പറഞ്ഞാൽ വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഇറങ്ങിയപ്പോൾ ഇത്തിരി തല കീറിങ്ങി. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച്, ഞാൻ ബ്ലൂബെറി മേടിച്ച്, ആര്യൻ റെഡ് വെൽവെറ്റ് ആട്ടോ മേടിച്ചത്. അതൊക്കെ കഴിച്ച് അങ്ങനെ തലയുടെ കിറുക്കൊക്കെ മാറ്റി പോകണ വഴിക്ക് ഇതാണ്ട് മറ്റേ സാധനം, മറ്റേ സ്പ്രിങ് പൊട്ടറ്റോ. അപ്പോൾ അതും മേടിച്ച് വരണം. എന്നിട്ട് അതൊക്കെ മെഴുകിക്കൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ ജൂബിലി മിഷൻ്റെ സ്റ്റാൾ കണ്ട. അവിടെ പോയപ്പോൾ അതേ നമ്മുടെ അസിച്ചട്ടൻ അതിനൊക്കെ എടുത്ത്, പിന്നെ ദീപക ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനൊന്നും നോക്കാൻ നിന്നില്ല. അങ്ങനെ അവിടെ നിന്ന് പുറത്തിറങ്ങി അവിടെ ഒരു ഫാമിലി ഫോട്ടോ എടുക്കാൻ നിന്നു. ഞാൻ കയറിയില്ല. പിന്നെ നമ്മുടെ ISROൻ്റെ ഉള്ളിലേക്ക് കയറി. ISROൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് അടിപൊളി സാധനങ്ങളുണ്ടായിരുന്നു. എല്ലാവരും കണ്ട്. എന്താ രസം ഉണ്ടാക്കി വെച്ചേക്കണം കാണാൻ. അവിടെ പോയിട്ട് ഇതുവരെ ചെയ്ത സംഭവങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു. ഞാൻ ആധികാരികമായി പറയാനില്ല, ഇതാണ് നമ്മുടെ ബഹിരാകാശ നിലയം കേട്ടോ. ഇത് ബഹിരാകാശ നിലയം. ഇത് ഈ സംഭവം നമ്മൾ ഏതൊക്കെ പ്ലാനറ്റിൽ നമ്മുടെ വെയിറ്റ് എങ്ങനെയാണെന്ന് ഇതിലറിയാൻ പറ്റും. അതാണ് കേട്ടോ. ഞാനും നോക്കി, കുറച്ച് വെയിറ്റ് ഞാൻ കൂടിയിട്ടുണ്ട് ഭൂമിയിൽ. അത് കഴിഞ്ഞപ്പോൾ ഇതേ നമ്മുടെ കുഞ്ഞിക്കോഴിയല്ല, വലിയ കോഴി, 2 മൊയിൽ ഒരു മൈൻഡ് ചെയ്തില്ല. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും കോഴികൾ. ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നു സൗണ്ട് ഉണ്ടാക്കുമ്പോൾ. ഇവനാണെങ്കിൽ ഒരു റിയാക്ഷനും ഇല്ലാണ്ട് ഞാൻ എന്തോ ഫോട്ടോ എടുക്കുമോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുക. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മുടെ പോലീസിൻ്റെ സ്റ്റാള്. അവിടെ എത്തിയപ്പോഴാണ് അവരുടെ ബോക്സിങ് പ്രാക്ടീസ്. ഇടി കണ്ട വലിയ ബോക്സിങ് ചാമ്പ്യനാണെന്നൊക്കെ തോന്നും. ആരുടവൻ ഞാൻ കഴിഞ്ഞില്ലേ. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് വീട്ടിലോട്ട് ഇറങ്ങി പട്ടിച്ചന്തയ്ക്ക് പോയ മാതിരി തിരിച്ചു വരുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇതേ ഇപ്പോൾ കണ്ടോ എല്ലാവരും.